മാസായി നെതന്യാഹു. യുദ്ധം അവസാനിച്ചാലും ഇനി ഒരിക്കലും ഗാസ ഹമാസ് ഭരിക്കില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് നമ്മുടെ നെതന്യാഹു ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സൈനിക വേഷത്തിൽ ഈ ഗാസ സന്ദർശിച്ചു. അതീവ രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹം അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ സന്ദർശനോദ്ദേശ്യം പൂർത്തിയാക്കി അവിടുന്ന് മടങ്ങിയതിന് ശേഷമാണ് ലോകം അറിയുന്നത് അദ്ദേഹം ഗാസ സന്ദർശിച്ചു എന്നുള്ളത്. അതും പട്ടാള വേഷത്തിൽ. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവിടെ വെച്ച് പറയുകയാണ്. അത് പിന്നീട് ലോകം കണ്ടു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന്, ലോകം കേട്ടു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന്. പറയുകയാണ്, ഇനി യുദ്ധം തീർന്നാലും ഇനി ഒരിക്കലും ഹമാസ് ഗാസ ഭരിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ അടിവേരറുത്തു, അതിനെ മുച്ചൂടും നശിപ്പിച്ചു എന്നല്ലേ? നശിക്കേണ്ടത് തന്നെയാണ് ഹമാസ് അതിനെ നശിപ്പിച്ചു എന്ന് നെതന്യാഹു ആത്മവിശ്വാസത്തോടെ പൂർണ്ണ ഉറപ്പോടെ പറയുകയാണ്. അതായത് ഹമാസിൻ്റെ അവസാന ഭീകരനെയും ഞങ്ങൾ വധിച്ചു. ഇസ്രയേൽ ആ ഭീകരന്മാരെ മുഴുവനും ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കി. ഗാസയിൽ ഇനി ഹമാസ് ഭീകരർ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നെതന്യാഹുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരത മുച്ചൂട് മുടിക്കാതെ ഞാൻ നിർത്തില്ല മക്കളെ എന്നല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരതയാണ്. അതിനെ എന്ത് വില കൊടുത്തും നശിപ്പിക്കും എന്ന് നെതന്യാഹു മാത്രമല്ല, ഇസ്രയേലിലെ ഓരോ പൗരനും നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ എന്താ പറയുക, പ്രതിഫലനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന മറ്റ് യുദ്ധവും ആക്രമണവും ബോംബിങ്ങും ഒക്കെ നമ്മൾ കാണുന്നതാണ്. എത്ര തിരിച്ചടി കിട്ടിയാലും എത്രയേറെ സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രഖ്യാപിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, വ്യക്തമാക്കുകയാണ്. പ്രഖ്യാപനമൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ എന്താ ഇസ്രയേൽ പറയുന്നത്? നെതന്യാഹു എന്താ പറയുന്നത്? ഇവിടെ ഞങ്ങൾ ക്ലീനാക്കി, തുടച്ച് വൃത്തിയാക്കി, ഇനി ഇവിടെ ഒരിക്കലും ഗാസയിൽ ഹമാസിന് ഭരിക്കില്ല. ഈ യുദ്ധം തീർന്നാലും ഇനി ഒരിക്കലും ഭരിക്കാൻ ആരെങ്കിലും വേണ്ടേ? കാരണം ഇപ്പം ഇസ്രായേലിൻ്റെ പതിവിൽ കൂടുതൽ ശക്തി ഇപ്പോൾ ഇസ്രായേൽ ആർജിച്ചിരിക്കുകയാണ്. കാരണം ട്രംപ് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ട്രംപ് വന്നാലും വന്നില്ലെങ്കിലും ഈ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രയേൽ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന്, നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഓക്കെ. ഇതിൽ ഇപ്പോൾ ഒരുപാട് ബന്ദികളെ ഹമാസ് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ മോചനത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ? കുറേ പേരെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എല്ലാവരും ആ മോചനം പൂർണ്ണമാവാതെ ഈ ഒരു യുദ്ധം വിജയിക്കില്ല. ഇപ്പോഴത്തെ ഈ സൈനിക നടപടി ആ ബന്ദികളെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കാതെ നിർത്തില്ല, അവസാനിപ്പിക്കില്ല എന്നാണ്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ച് അതീവ രഹസ്യമായിട്ടാണ് ഇപ്പം നെതന്യാഹു അവിടെ സൈനികരുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്ത് സന്ദേശം, എന്തിനായിരുന്നു ഈ സന്ദർശനം? അത് തീർച്ചയായിട്ടും ഇസ്രയേലി സൈനികർക്ക് ആത്മവിശ്വാസം നൽകാനും, അദ്ദേഹത്തിനോടൊപ്പം ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, സൈനിക മേധാവി ഉണ്ടായിരുന്നു, മറ്റൊരുപാട് വലിയ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മൊസാദിൻ്റെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല, അതൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലി പോരാളികളായ സൈനികർക്ക് കൃത്യമായ ആത്മവിശ്വാസം കൊടുക്കാൻ നെതന്യാഹുവിൻ്റെ സന്ദർശനത്തിലൂടെ സാധിച്ചു. എന്ന് മാത്രമല്ല, ബന്ദികളെ മോചിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഒന്ന് ആലോചിക്കണം. നമ്മുടെ രാജ്യം പോലെയല്ല, അല്ലെങ്കിൽ ലോകത്തെ മറ്റേതൊരു രാജ്യത്തെയും പോലെയല്ല. അവിടുത്തെ പ്രതിപക്ഷം ഇസ്രയേലിനും നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. ഇസ്രയേൽ എന്ന രാഷ്ട്രം എന്ത് ചെയ്താലും ഞങ്ങൾ ഈ കാര്യത്തിൽ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് രാജ്യം നിൽക്കുകയാണ്. അവിടെ പ്രധാനമന്ത്രിയല്ല, നെതന്യാഹു എന്ന വ്യക്തിയല്ല, ഇസ്രയേൽ എന്ന രാഷ്ട്രമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ സന്ദേശം കൊടുക്കുകയാണ്. എന്താ? ബന്ദികളുടെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നാണ്. ഈ ബന്ദികളെ മോചിപ്പിച്ചിട്ട് അവരുടെ പുനരധിവാസവും കൂടി നെതന്യാഹു ഉറപ്പാക്കുന്നുണ്ട്. അതായത് ഓരോ ബന്ദികൾക്കും $5 മില്യൺ, ഏകദേശം നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ പറയുകയാണെങ്കിൽ 42 കോടി രൂപയാണ് അവർ നൽകുന്നത്. 42 കോടി രൂപ വീതം ഓരോ ബന്ദിക്ക് നൽകുകയാണ്. ഒരു കുടുംബത്തിനല്ല, ഒരു ബന്ദിക്ക് നൽകുകയാണ്.
ഹമാസിൻ്റെ പിടിയിലിരിക്കുന്ന ഇസ്രയേലികളെ മോചിപ്പിക്കാൻ സഹായിക്കുന്നവരെയും ഞങ്ങൾ സഹായിക്കും. ഈ ഇസ്രായേൽ അവരുടെ ഒരു അതിജീവനത്തിനായിട്ട് അവർ നടത്തുന്ന ഒരു വലിയ പോരാട്ടമാണ്. തീർച്ചയായിട്ടും അതിജീവനമാണ്. ചുറ്റും മുഴുവൻ ശത്രുക്കൾ ഉള്ളപ്പം അവർക്ക് അതിജീവിക്കാൻ, അവരെ സഹായിക്കാൻ ആരും ഇല്ല. അതിജീവിക്കാതെ മറ്റൊരു രക്ഷയില്ല അവർക്ക്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ വന്നിട്ട് പറയുന്നത് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്, പരിശോധിക്കേണ്ടതാണോ. മാർപ്പാപ്പേൻ്റെ തലയ്ക്ക് എന്താ ഭ്രാന്താണോ? അത് മാർപ്പാപ്പയ്ക്ക് പല രാഷ്ട്രീയമുണ്ട്. അതിനകത്ത് ഇതൊക്കെ എണ്ണ ഒരു വലിയ ഘടകമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കാശ് വരുന്ന വഴി, കാരണം മുസ്ലിം രാഷ്ട്രങ്ങളെ ആശ്രയിക്കാതെ ഇപ്പോൾ സൗദിയെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തെ മാത്രം ആശ്രയിച്ചാൽ നടക്കില്ല. ഇന്ന് മാറിയ ലോകക്രമത്തിൽ ഈ പശ്ചിമേഷ്യയിൽ എല്ലാവരുമായിട്ട് സഹകരണം വേണം. ഒരു കച്ചവടത്തിൻ്റെ തന്ത്രമാണത്. ഉള്ളിൽ ഒരു പക്ഷേ അടിയടാ നീ പോയി അടി എന്നായിരിക്കും ഉള്ളി പറയുന്നത്. പുറത്ത് ലോകം കേൾക്കാൻ വേണ്ടി, തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ തനിക്കൊരു എന്താ പറയുക, മതമേലധ്യക്ഷനാണല്ലോ ഈ പോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രതിരൂപം എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു മാനുഷികമായ പരിഗണനയൊക്കെ കൊടുത്തേ സംസാരിക്കാവൂ. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ നെതന്യാഹു മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞു. ഈ ഗാസയിൽ ആക്രമണം നടക്കുന്നു, ഇതൊക്കെ ശരിയാണ്. അവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്നവർ, അത് ആരാണെങ്കിലും, പാലസ്തീൻകാരാണെങ്കിലും, ഞങ്ങളവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞങ്ങളവരെ സംരക്ഷിക്കും. ഇനി അവിടുന്ന് ഈ പറയുന്ന ഹമാസ് അല്ലാത്ത ആൾക്കാർക്ക് അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും, അവരെ രക്ഷപ്പെടുത്തും, അവരെ രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങൾ ഒരുക്കി കൊടുക്കും. അതായത് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ച് തട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ നെതന്യാഹു ഒരു വംശഹത്യ അല്ല നടത്തുന്നത്. വംശഹത്യയാണെങ്കിൽ അവിടെ എമ്പാടും ഈ പറയുന്നത് കയ്യിൽ കിട്ടുന്ന പാലസ്തീനികളെ എല്ലാം കൊല്ലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ഇറാഖിലും ഇറാനിലും ഒക്കെ ഈ പറയുന്ന സ്ഥലത്തൊക്കെ നിരപരാധികളെയല്ലേ ഈ ഹിസ്ബുള്ളയും ഹമാസും ഈ ഹൂതികളും ഒക്കെ ആക്രമിച്ച് കൊല്ലുന്നത്. അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ തർക്കത്തിലേർപ്പെടുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ അവർ വധിച്ചോട്ടെ, അവർക്ക് മനസ്സിലാക്കാം നമുക്ക്. ഇത് അവരെ ഒരു തരത്തിലും ശല്യപ്പെടുത്താത്ത നിരപരാധികളായ ആൾക്കാരെ കൊല്ലുന്നു. ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാർപ്പാപ്പേൻ്റെ ഉള്ളിൽ നിന്ന് പ്രതിഫലിച്ചത് ക്രിസ്ത്യാനികൾക്ക് ഇടയിലുള്ള ഒരു ജൂത വിരോധം തന്നെയല്ലേ. കാരണം യേശുവിൻ്റെ രക്തം ജയം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് ജൂതസ്നേഹം എങ്ങനെ വന്നു എന്ന് മാർപ്പാപ്പ പറയാതെ പറയുന്നില്ലേ? അല്ല, ഇതിനകത്ത് ജൂത സ്നേഹമല്ലല്ലോ, ജൂതരോടുള്ള എതിർപ്പല്ലേ കാണിക്കുന്നത്. ഈ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്. പെട്ടെന്നൊരു ദിവസം ഒരു ഇസ്ലാം പ്രേമമല്ലേ മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ പല ക്രിസ്ത്യൻ സമൂഹത്തിലും ജൂതന്മാരോട് സ്നേഹം വന്നു. അത് വന്നിട്ടുണ്ട്. അല്ല, കാരണം അവർ ഇപ്പോൾ സിറിയയിലാകട്ടെ ഇറാഖിലാകട്ടെ അവിടെയൊക്കെയുള്ള ക്രിസ്ത്യാനികൾ വലിയ പീഡനമാണ് ഈ ISIS പോലെയുള്ള ഭീകര സംഘടനകളിൽ നിന്ന് അനുഭവിക്കുന്നത്. യസീദികൾ ഒക്കെ, കുർദുകൾ ഒക്കെ എന്തുമാത്രം ഭീകരതയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അട്രോസിറ്റീസ്, അതിനിഷ്ഠൂരമായ ക്രൂരമായ പീഡനമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇവരെ അടിക്കുന്നവരോട് ഇഷ്ടം തോന്നുകയല്ലേ ഉള്ളൂ. അത് ലോക സഹജമായൊരു കാര്യമല്ലേ. അതിനകത്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? വാസ്തവത്തിൽ ഇവിടെ എല്ലാം കൃത്യമായിട്ട് നെതന്യാഹു വളരെ ക്ലിയറാണ്. നെതന്യാഹുവിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തട്ടും, തൊട്ടവനെ തട്ടും എന്ന് തന്നെയാണ് നെതന്യാഹു ഇപ്പോഴും. ആ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറിയിട്ടില്ല. പകരം ഇസ്രായേലി പട്ടാളക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നു, ബന്ദികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും, നിങ്ങളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നത് എന്തും നമുക്ക് വാങ്ങാം, നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഒപ്പം പാലസ്തീൻകാരോടും പറയുകയാണ്, ഹമാസിനോടൊപ്പം ചേരരുത്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ, ഞങ്ങൾ സഹായിക്കാം. പക്ഷെ ഹമാസിനോടൊപ്പം ചേർന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. എന്തായാലും നമുക്ക് മനുർഭവ, മനുഷ്യനായി തീരട്ടെ, സകല തീവ്രവാദികളും ഇല്ലാതാവും, സകല ഭീകരവാദവും ഇല്ലാതാകട്ടെ.